അടുത്തതായിട്ട് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം, അതിലെ ശ്ലോകം 31-ാമത്തെ ശ്ലോകം. അനാദിത്വാത് നിർഗുണത്വാത് പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്തേയ ന കരോതി ന ലിപ്യതേ. ഈ ശ്ലോകത്തിന്റെ ഒരു ജനറലായി പറയുമ്പോൾ ഒരർത്ഥം മനസ്സിലാവുന്നത് ആത്മാവ് അകർത്താവാകയാൽ കർമ്മഫലത്തോട് ബന്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ പുനർജന്മം, പ്രാരബ്ധ കർമ്മം, സഞ്ചിത കർമ്മം ഇതൊക്കെ എന്തുമായിട്ടാണ് ബന്ധപ്പെടുക? എങ്ങനെയാണ് അതിനെ പറയാൻ പറ്റുക? സജിതയുടെ ചോദ്യം ഭഗവത്ഗീത 13-ാം അധ്യായത്തിലെ 31-ാമത്തെ ശ്ലോകമെന്നാണ്. 13-ാം അധ്യായം എന്ന് പറയുന്നത് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം, വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായം. ഭഗവാൻ സ്പിരിച്വാലിറ്റിയിലേക്ക്, ആധ്യാത്മികതയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന അർജുനൻ്റെ മനുഷ്യൻ എന്ന നിലയിൽ നിന്ന് യോഗി എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ഉതകുന്ന തരത്തിലുള്ളൊരു ശ്ലോകമാണ്. അനാദിത്വാൻ നിർഗുണത്വാത് പരമാത്മാ യമ അവ്യയ ശരീരസ്ഥോ അപി കൗന്തേയ ന കരോതി ന ലിപ്യതേ എന്നാണ്. അതിൽ അനാദിത്വാത് നിർഗുണത്വാത്, അനാദിത്വാത് നിർഗുണത്വാത് പരമാത്മാ അയം അവ്യയഃ ശരീരസ്ഥഃ, അവ്യയഃ ശരീരസ്ഥഃ അപി കൗന്തേയ ന കരോതി ന ലിപ്യതേ എന്നാണ്. കുന്തിപുത്ര, ഈ കുന്തിപുത്ര എന്ന് വിളിക്കുമ്പോൾ തന്നെ അർജുനനോട് കുറച്ചധികം സ്നേഹം തോന്നിയിട്ടാണ് ഭഗവാൻ വിളിക്കുന്നതെന്ന് മറക്കരുത്. ഈ പരമാത്മാവ് നാശമില്ലാത്തതും അവ്യയ, വ്യയം ഇല്ലാത്തത്, നാശമില്ലാത്തതാണ്. അനാദിത്വാത്, അനാദിയാണ്. അപ്പോൾ തുടക്കം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എപ്പോഴാ തുടങ്ങിയത്, എവിടെയാ തുടങ്ങിയത്, എവിടെയാ ജനിച്ചത് എന്ന് പറയാൻ പറ്റാത്ത അനാദിത്വാത്. നിർഗുണത്വാത്, പ്രകൃതി ഗുണങ്ങൾ ഇല്ലാത്തവനാണെന്നാണ്. അതിനാൽ ഈ ശരീരത്തിൽ വസിക്കുന്ന ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ശരീരം ഉണ്ടെങ്കിൽ അതിൽ വസിക്കുന്ന ആത്മാവ് ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഒന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ലിപ്യതേ, ഒന്നുമായിട്ട് യാതൊരു തരത്തിലും കണക്റ്റഡ് അല്ല, ബൗണ്ടഡ് അല്ല എന്നാണ് പ്രധാന സന്ദേശമാണത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം ശരീരത്തിൻ്റെ മാറ്റങ്ങൾക്കോ കർമ്മങ്ങൾക്കോ യാതൊരു വിക്രിയകൾക്കോ പ്രക്രിയകൾക്കോ ഒന്നും വിധേയമല്ലെന്നും അതുകൊണ്ട് തന്നെ എപ്പോഴും ശുദ്ധമായി നിലനിൽക്കുന്ന എന്ന് നാം കരുതുന്ന ഈ അവസ്ഥയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നും ന ലിപ്യതേ, ഈ ശ്ലോകം അങ്ങനെയാണ് പറയുന്നത്. ഈ അധ്യായത്തിൽ തൊട്ടടുത്ത ശ്ലോകം ആകാശം എങ്ങനെയാണ് ഒന്നിനോടും ഒട്ടിച്ചേരാതെ നിൽക്കുന്നത് അതുപോലെ തന്നെ എന്ന ഉദാഹരണത്തോടു കൂടി ഭഗവാൻ പിന്നെയും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ 31-ാമത്തെ ശ്ലോകം, ചില ടെക്സ്റ്റുകളിലൊക്കെ 32 33 ഒക്കെയാണ്, 31 32 എന്നൊക്കെയുള്ള മാറ്റങ്ങളുണ്ടാവും. ഈ ശ്ലോകം ആത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് വളരെ ലളിതമായി പക്ഷെ അഗാധമായ ഒരു സംഭവം വളരെ രസകരമായി ഹ്രസ്വമായി ആത്മീയതയുടെ നിപുണതയോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഹേ കൗന്ദേയ, അർജുന, ആദിയില്ലാത്തവനും അന്തമില്ലാത്തവനും ഗുണമില്ലാത്തവനും നാശമില്ലാത്തവനുമായ തുടക്കമില്ലാത്തവനും ഒടുക്കമില്ലാത്തവനുമായ ഈ പരമാത്മാവ് ശരീരത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എന്നാണ്. അപ്പോൾ ഒന്നിനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരവസ്ഥയാണ് എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുകയാണ് ചെയ്യുന്നത്. ആത്മാവിന് ഒരു 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 സൃഷ്ടിയില്ല,
അതിന് ഒരു സത്വമില്ല, രജസില്ല, തമസില്ല, പ്രകൃതിയുള്ള നിർഗുണം എന്ന് പറഞ്ഞാൽ അതാർത്ഥമാണ്. ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, ഗുണം പറയാൻ പറ്റില്ല, മാറ്റമില്ലാത്തതാണ്. എന്ത് രസകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ആത്മാവ് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്. ഈ സന്ദേശത്തിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ മുന്നിലോട്ട് എത്തുന്ന സമയത്ത് ആത്മാവുമായിട്ട് നമ്മൾ ലയം പ്രാപിക്കുമ്പോൾ നമ്മളൊരു സാക്ഷിയായി നിൽക്കുന്ന ആത്മാവിന് ഒരു ഭാഗത്തേക്കും വാദിയോ പ്രതിയോ അല്ല എന്നുള്ളതാണ്. വാദിയോ അല്ല, പ്രതിയോ അല്ല. അങ്ങനെ പറ്റിപ്പിടിക്കാത്ത, ബോണ്ടേജ് ഇല്ലാത്ത ഒരു ജഡ്ജ് എങ്ങനെയാണോ കോർട്ടിൽ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അതുപോലെ ആവണം എൻ്റെ ആത്മാവ്. കർമ്മബന്ധങ്ങളില്ല എന്നാണ് പറയുന്നത്. ഇത് ആകാശത്തിൻ്റെ ഉദാഹരണം എടുത്തിട്ടാണ് ഭഗവാൻ പറയുന്നത്. മേഘങ്ങളും പുകയും പൊടിയും ഒക്കെ ഉണ്ടെങ്കിലും ആകാശത്തിൽ അതൊക്കെ ഉണ്ട്. പക്ഷെ ആകാശത്തിൽ ഇതൊന്നും കൊണ്ട് ഒരു മാലിന്യവുമില്ല. ഒരു കാറ്റടിക്കുമ്പോഴത്തേക്കൊക്കെ പോകും. കാണുമ്പോൾ നമുക്ക് തോന്നും അതൊക്കെ ആകാശത്താണ് ഉള്ളതെന്ന്. ആകാശം ഇതിനും വിശാലമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ പൊടിയും നമ്മൾ കാണുന്ന കണ്ണിൻ്റെ തൊട്ടടുത്ത് പെടുന്നത് കൊണ്ട് അത് അവിടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ്. വേറൊരു സ്ഥലത്ത് നോക്കുമ്പോൾ അത് കാണില്ല. അപ്പോൾ ഇങ്ങനെയാണ് എന്നാണ്. വളരെ വളരെ തെളിഞ്ഞിരിക്കുന്ന ഒരു ദീപം പോലെയാണ് ആകാശം. അതിനകത്ത് നമ്മൾ ഈ പൊടിപടലങ്ങളൊന്നും കാണേണ്ട കാര്യമില്ല, കാണില്ല, അതിന് നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല. അത് നലിപ്യതേ എന്നാണ് പറയുന്നത് ഭഗവാൻ. ഇത് 13, 14, 33, 13-ാം അധ്യായത്തിൽ 31, 32, 33, 34 ആ ശ്ലോകങ്ങളൊക്കെ കൃത്യമായിട്ട് ഭഗവാൻ ഈ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഭഗവത്ഗീത അധ്യായങ്ങൾ BG ഡോക്ടർ TPS BG 13, 34, 31, 32 എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇംഗ്ലീഷിൽ പലപ്പോഴും ക്ലാസ് എടുത്തിട്ടുള്ള, മലയാളത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു ചാൻസ് കിട്ടിയത് വലിയ ഭാഗ്യം. ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ അതിനെ പഠിക്കുക. പക്ഷെ അതിനേക്കാളും രസകരമായിട്ടുള്ള ഭാഗമാണ് സജിത ഇപ്പൊ ചോദിക്കുന്നത്. ധ്യാനയോഗത്തിലെ 6-ാമത്തെ അധ്യായം, ധ്യാനയോഗത്തിലെ 5-ാമത്തെ ശ്ലോകം, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മന. ഇതും ഈ മുൻപറഞ്ഞ ശ്ലോകവും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണത്? അതാണ് അറിയേണ്ടത്. ഈ 13-ാമത്തെ അധ്യായത്തിലെ 31, 32, 33 ശ്ലോകങ്ങൾ 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രപുരാത്മനഃ എന്ന ഒരു ശ്ലോകവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ നമ്മൾ പറയുന്ന സമയത്ത് ശത്രുക്കളും ബന്ധുക്കളും ഒക്കെ നമ്മുടെ മനസ്സിനകത്താണ്, നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണ് എന്ന് അവിടെ പറയുമ്പോൾ ആത്മാവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ 13-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ആത്മാവുമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അർജുനൻ വളർന്നു വരുന്നൊരു കുട്ടി പോലെയാണ്. നമ്മൾ 6-ാം അധ്യായത്തിൽ ധ്യാനയോഗത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ 5-ാം അധ്യായത്തിൽ പറയുമ്പോൾ 2-ാം അധ്യായത്തിൽ പറയുന്ന സമയത്ത് കാണുന്ന അർജുനനെ അല്ല നമ്മൾ കുറേ കഴിഞ്ഞിട്ട് കാണുന്ന അർജുനൻ എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മളിലും മാറ്റം ഉണ്ടാവും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ 8-ാം അധ്യായം വരെ എങ്ങാണ്ട് എത്തിയിരുന്നു. ധ്യാന ശ്ലോകത്തിൽ ധ്യാനത്തിലിരിക്കുന്ന അവസ്ഥയിലുണ്ടാവുന്ന ഒരു നാം അല്ല സമാധിയിലെത്തുമ്പോൾ നമ്മൾ ഉണ്ടാവുക. അപ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ലെവൽ വെച്ചിട്ട് വായിക്കണം. 13-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ സമാധിസ്ഥൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ ആ സമയത്ത് മനസ്സിലാക്കുന്നതും ഈ മനസ്സിലാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ ഉദ്ധരേത് ഉയർത്തി കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. എന്തിനെ? തൻ്റെ മനസ്സിനെ. അവിടെ ഉദ്ധരേത് ആത്മന. ആ ആത്മാവ് എന്ന് പറയുന്നത് ആത്മാവല്ല, ശരിക്ക് മനസ്സാണ്. ആ മനസ്സിൻ്റെ ലെവലിൽ നിന്ന് അതിനെ ആത്മാവിൻ്റെ ലെവലിലേക്ക് ഉയർത്തി കൊണ്ടുവരണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്തുണ്ട്? ഓരോ കർമ്മത്തിനും ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു, ഞാൻ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുന്ന ഒരാളാവണം, എൻ്റെ ശരി മനസ്സിലാക്കുന്ന ഒരാളാവണം. അങ്ങനെ റിഫൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് 13-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോഴുള്ള അർത്ഥം 6-ാമത്തെ അധ്യായത്തിൽ നോക്കുമ്പോൾ കാണരുത്.
അങ്ങനെയാണ് ആ ലെവല്. ഉദ്ധരേത് ആത്മനാത്മാനാം, എൻ്റെ മനസ്സിനെ എന്നാണ് അവിടെ, ആത്മാവിനെ എന്നല്ല. എവിടത്തേക്ക് കൊണ്ടുവരണം? ഉയർത്തിക്കൊണ്ടുവരണം. ഉദ്ധരേത്, എവിടത്തേക്കാണ് ഉയർത്തേണ്ടത്? ആത്മാവിൻ്റെ ലെവലിലേക്ക് ഉയർത്തിക്കണം. ആത്മാനം അവസാധയേത്, അധപ്പതിച്ചു പോകരുത്, താഴ്ത്തിപ്പോകരുത്, അധപ്പതിച്ചു പോകരുത്. അവസാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു, നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതൊക്കെ ഒന്നിനൊന്ന് ഗുണമുള്ളതും ദോഷമുള്ളതും സുഖമായിരിക്കുന്നതും അസുഖമായിരിക്കുന്നതും സുഖിച്ചിരിക്കുന്നതും ദുഃഖിച്ചിരിക്കുന്നതും സ്നേഹത്തോടെ ഇരിക്കുന്നതും വെറുപ്പായിട്ടിരിക്കുന്നതും ഒക്കെ അതിൻ്റെയൊക്കെ താക്കോൽ എന്ന് പറയുന്നത് മനസ്സാണ് എന്നുള്ള ലെവലിലാണ് പറയുന്നത്. ആ മനസ്സിൻ്റെ അവസ്ഥയിൽ നിന്ന് ആത്മാവ് എന്ന് പറയുന്ന പേര് വിളിച്ചിട്ടുണ്ടെങ്കിലും മനസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ലെവലിൽ നിന്നും അതിനെ ഉയർത്തി വളരെ ഹൈ ലെവലിലേക്ക് കൊണ്ടുവരണമെന്ന് ഉദ്ബോധിപ്പിക്കുന്നതാണ് 6ാമത്തെ ശ്ലോകം. ഇത് കോൺട്രഡിക്ഷൻ അല്ല. LKG പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന എക്സാമ്പിള് PG പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന എക്സാമ്പിളും തമ്മിൽ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കിയാൽ ഈ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അത് 6ാമത്തെ അധ്യായത്തിൽ 5ഉം 6ഉം 7ഉം ശ്ലോകങ്ങളും ഒക്കെ വായിച്ച് മനസ്സിലാക്കി പഠിച്ച് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എത്തുമ്പോഴുള്ളതാണ് 13ാമത്തെ അധ്യായത്തിലെ ശ്ലോകം. അതുകൊണ്ട് ഇത് കോൺട്രഡിക്ഷൻ അല്ല, ഇത് കൃത്യമായിട്ടുള്ള പദപ്രയോഗങ്ങളിലെ വ്യത്യാസം, കോണ്ടെക്സ്റ്റിലെ വ്യത്യാസം. 6ാം അധ്യായത്തിൽ മനസ്സിനെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്നും 13ാമത്തെ അധ്യായത്തിൽ പരമാത്മാവിൻ്റെ ലെവലിലെത്തുമ്പോഴുള്ള പരമാത്മാവാണ്, ആത്മാവ് പോലുമല്ല. അപ്പം കർമ്മവും സാക്ഷിയും തമ്മിലുള്ള ഒരു സാധകൻ്റെ വഴി എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ ശത്രുവോ മിത്രമോ ആയി മാറും എന്നുള്ള ലെവലിൽ 6ാം അധ്യായത്തിൽ കാണിക്കുമ്പോൾ ആത്മജ്ഞാനിയുടെ ബോധത്തിലേക്ക് അവസാനത്തെ ഗോളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തിൻ്റെ ജ്ഞാനങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു സമാധി അവസ്ഥയിലെത്തുമ്പോൾ ശരീരവും മനസ്സും ഒക്കെ സാക്ഷിയായി മാത്രം ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും എന്ന് പറയുമ്പോൾ ഒരു വഞ്ചി തുഴയുന്ന ഒരു ഉദാഹരണം പറയാതിരിക്കുക. വഞ്ചി തുഴയുന്ന സമയത്ത് നമ്മൾ വഞ്ചി തുഴയുന്ന വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ വഞ്ചി ഒക്കെ സുരക്ഷിതമായിട്ട് കയ്യിൽ വെക്കണം എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നിന്ന് 13ാമത്തെ അധ്യായത്തിലെത്തുമ്പോഴത്തേക്കും വഞ്ചി ജലത്തോടെ അല്ലെങ്കിൽ ജലത്തിനുള്ളിലിരിക്കുന്ന ഇടയിലിരിക്കുന്ന വഞ്ചി ആകാശത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തി, വെള്ളത്തോട് സംസാരിക്കുന്ന വ്യക്തി, അതിൽ വഞ്ചിയും മനുഷ്യൻ അതിലിരിക്കുന്നവർക്കും ഒരു ബന്ധമില്ലാത്ത അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ആകാശവും ജലവും മാത്രം കാണുന്ന ഒരാളിന് വഞ്ചി കാണുന്നേ ഇല്ല. ഇങ്ങനെ എവിടെ എത്തണം, നമ്മൾ എവിടെ എത്തിയാൽ എന്ത് കാണണം എന്നുള്ള വ്യത്യാസമാണ്. നമുക്ക് എവിടെ എത്താം, എവിടെ എത്തി എന്നൊക്കെ നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ 6ാം അധ്യായത്തിൽ നിന്നും 13ാമത്തെ അധ്യായത്തിലേക്ക് കയറുമ്പോഴാണ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു. ഇതെങ്ങനെ എത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മനസ്സിലാക്കിയാൽ അതിൽ കോൺട്രഡിക്ഷൻ ഇല്ല. സാധാരണഗതിയിൽ വായിക്കുമ്പോൾ കോൺട്രഡിക്ഷൻസ് ഒക്കെ തോന്നും. നന്ദി, നമസ്കാരം.